നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ സോഷ്യൽ മീഡിയയിലൊക്കെ തിളങ്ങി നിൽക്കുന്ന എല്ലാ പോഴത്തക്കാരും ഈ സമൂഹത്തിന്റെ പേരുകാർ എല്ലാവരും ഏതാ പോഴത്തക്കാരൻ? ഇത് ബാധകമാണ്. പക്ഷേ ബുദ്ധി കൊണ്ട് ശക്തിയുള്ളവർ പുരുഷരാണ്. കൃഷി നടത്താനും തൊഴിൽ നടത്താനും ഓപ്പറേഷൻ നടത്താനും പ്ലെയിൻ ഓട്ടാനും ഒക്കെ കഴിവുള്ളവർ പുരുഷരാണ്. അവരുടെ ബുദ്ധി ഇരട്ടിയാണ്. ആ പുരുഷരെ രംഗത്തിറക്കാതെ ലോകം ജീവിക്കുകയില്ലല്ലോ. അതുകൊണ്ട് പുരുഷന്മാർക്ക് രംഗത്ത് സ്ഥാനം കൊടുത്തു, സ്ത്രീകൾക്ക് രംഗത്ത് സ്ഥാനം കൊടുത്തില്ല. ഇന്ന് പ്ലെയിൻ പറപ്പിക്കുന്നതിൽ പുരുഷന്മാരല്ലാതെ സ്ത്രീകളെ ഞാൻ കേട്ടിട്ടില്ല. എപ്പോഴെങ്കിലും പറപ്പിച്ചു നോക്കിയെങ്കിൽ അത് പരാജയമാണ്. ചില വനിതാ പൈലറ്റുമാരൊക്കെ ഉണ്ടെങ്കിലും അത് പരാജയമാണ് ഇതുവരെയും ഉണ്ടായത്. അതും ഇപ്പോൾ അടുത്ത കാലത്ത് ഉണ്ടായതാണ്. അതും ചെറിയ അതാണ്. അത് പരാജയത്തിലാണ്. അതുപോലെ ഇന്ന് ഈ ഹെഡ് ഓപ്പറേഷൻ, ഹാർട്ട് ഓപ്പറേഷൻ തുടങ്ങിയ വലിയ ബുദ്ധി ഉപയോഗിക്കേണ്ടുന്ന ഓപ്പറേഷനുകളിൽ അന്താരാഷ്ട്ര ലെവലിൽ പരിശോധിച്ചാൽ സ്ത്രീകളുടെ എണ്ണം വളരെ കുറവാണ്. കാരണം അവരുടെ ബുദ്ധി അത്രമാത്രം വികസിച്ചിട്ടില്ല, കട്ടിയില്ല. അവർക്ക് പെട്ടെന്ന് പേടി വരും. അതുകൊണ്ട് തന്നെ ബുദ്ധിശക്തിയുള്ള കെൽപ്പുള്ള വിഭാഗത്തെ ഇവിടുത്തെ ഭരണവും ഇവിടുത്തെ പൊതു വീക്ഷണം. അതുകൊണ്ടാണ് ബുദ്ധി ചെറുതാണ്. മുസ്ലിം സമുദായത്തിൻ്റെ പിന്നോക്കാവസ്ഥയ്ക്ക് എന്താ ചെയ്യേണ്ടത്? ഇതുപോലുള്ള പോയത്തങ്ങൾ പറഞ്ഞു നിർത്തണം. പിന്നോക്കാവസ്ഥ അപ്പോഴേ മാറുള്ളൂ. അതിനിതിന് പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ ഇസ്ലാമോഫോബിയായിട്ട് വരുന്ന ആളുകളുണ്ട്. അവരോട് പറയാനുള്ളത് ഇതാണ്: ഇതുപോലുള്ള പോയത്തം പറയുന്ന ആളുകൾ ആദ്യം തടയണം. അതിനു വേണ്ടിയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇസ്ലാമോഫോബിയ പറയുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വൃത്തികേട് പറഞ്ഞുകൊണ്ട് വരരുത്. അതൊക്കെ വേറെ വിഷയമാണ്. ആളുകളെ വെറുക്കാനല്ല പറയുന്നത് ഇവിടെ. ഇതുപോലുള്ള പോയത്തങ്ങൾ പറയുന്ന സമൂഹത്തിലെ വലിയൊരു വിഭാഗത്തെ പുറകോട്ടടിപ്പിക്കുന്ന ഇതുപോലെ വൃത്തികേട് പറയുന്നവരെ എതിർക്കുക തന്നെ വേണം. ഇതുപോലുള്ള വൃത്തികേട്, സ്ത്രീക്ക് പകുതി ബുദ്ധിയുള്ളൂ. ഇതൊക്കെ വൃത്തികേടുകളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇയാളൊക്കെ. അതുകൊണ്ടാണ് നമ്മൾ സ്ത്രീകൾക്ക് പൊതുസ്ഥലത്ത് നമുക്ക് ഓരോ ഉള്ളിലാണ് നല്ലത്. എന്തിന് ജോലി? ഞെളിപ്പിന്റെ വർത്തമാനം പറയുന്നു. സ്ത്രീകൾ ജോലിക്ക് പോകുമ്പോൾ മക്കൾ പിഴച്ചു പോകുന്നു. ഇല്ലാത്തൊരു സാധനത്തിനെ ഭയപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങളെ ധാർമ്മികത ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ തന്നെയാണ് വരിക. പൗരനായിട്ട് ഒരു സമൂഹത്തിൽ ഓരോ വ്യക്തിയും മാറിക്കഴിഞ്ഞാൽ അവിടെ ധാർമ്മികത എങ്ങനെയാണ് വേണ്ടത്, അങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് ധാർമ്മികത. അതില്ലാത്തതിൻ്റെ പ്രശ്നമാണ്. എന്നിട്ട് ബാക്കിയുള്ള ഇതുപോലുള്ള പോയത്തക്കാർ എന്നിട്ട് ആ പറഞ്ഞ സാധനത്തിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതുകൊണ്ട് സമുദായത്തിനെ ഒറ്റപ്പെടുത്താൻ വരുന്നേ ഹോയ് എന്ന് പറഞ്ഞു വരും. ഇവരുടെയൊക്കെ പ്രശ്നം ആലോചിച്ച് ഇത് എന്താണ് സമൂഹത്തിൽ ഈ സ്ത്രീകൾ ജോലിക്ക് പോയാൽ എന്താ കുഴപ്പം? അവിടെ അത് തടയണം. ഒരു ടൂർ പോയിട്ടൊരു വീഡിയോ ഇട്ടാൽ എന്താ കുഴപ്പം? അത് നമ്മൾ തടയും. അതൊന്നും നമ്മളെ ദീനുൽ ഇസ്ലാമിലില്ല.